അയാളുടെ സന്തോഷം നമ്മുടെ സന്തോഷമായി കണ്ട്, അയാൾക്കൊരു വിഷമം വന്നാൽ നമ്മുടെ വിഷമമായി കണ്ട് കൂടെ നിന്നിട്ടും ചില നേരത്ത് ആ ഒരാൾക്ക് നമ്മൾ ആരുമല്ലെന്ന് പറയാതെ പറയുന്ന നിമിഷങ്ങളിൽ വല്ലാതെ വേദനിക്കാറില്ലേ? ചേർത്ത് പിടിക്കുവാനും സംരക്ഷിക്കുവാനും ആരുമില്ലാതാകുന്ന ചില അവസ്ഥകളുണ്ട്. തീർത്തും ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ, ആരെങ്കിലും കൂടെയുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന നിമിഷങ്ങൾ, കരുതലുള്ള കൈകൾ കൊതിക്കുന്ന നിമിഷങ്ങൾ. ജീവിതം എന്നെ പലവട്ടം കൊന്നതുകൊണ്ടാവാം മരണം പോലും മാറി നിൽക്കുന്നത്. അല്ലെങ്കിലും മരിച്ചു ജീവിക്കുന്നവന് പിന്നെ എന്ത് മരണം? എന്തിനെന്നോ ആർക്കു വേണ്ടിയെന്നോ അറിയാതെ ഇങ്ങനെ ജീവനോളം സ്നേഹിച്ചതാണ് ചെയ്ത തെറ്റ്. ആ തെറ്റിൻ്റെ ശിക്ഷ ഇത്രത്തോളം കഠിനമായിരിക്കുമെന്ന് അറിയില്ലായിരുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പാടാണ്, പക്ഷേ വരാതെ പറ്റില്ലല്ലോ. ഒരാളെ എത്ര മനോഹരമായാണ് ചിലർ ചതിക്കുന്നത്. അയാളുടെ ജീവിതം എന്നേക്കുമായി നശിപ്പിച്ചുകൊണ്ട്. ഉള്ളു കാണാതെ ഉള്ളടക്കം തീരുമാനിക്കരുത്. എന്ത് കാണുന്നു എന്നതിനേക്കാൾ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം.